വടകരയിലെ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. ABVP കാലഘട്ടം മുതൽ കണ്ട് പരിചയമുള്ള ആളുകളാണ്. ഒരാൾ പോലും വ്യക്തിപരമായി പരിചയമില്ലാത്തവരില്ല. ഒരുപക്ഷെ ഏറ്റവും ബന്ധമുള്ള ഒരു പ്രസ് ക്ലബ്ബ് പണ്ട് കാലം മുതലേ ABVP കാലം മുതലേ വരുന്നതാണ്. ഇവിടെ വരുമ്പോൾ എനിക്കൊരു ഓർമ്മ, മിക്കവാറും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഈ ബോക്സുകളിൽ മുഴുവൻ കൊണ്ടിടും. എന്നിട്ട് വിളിച്ച് പറയും, മിക്കവാറും നിങ്ങളെല്ലാവരും എടുത്തു പോയിട്ടുണ്ടാകും വാർത്ത, എന്നാലും വിളിച്ച് പറയും. അന്നത്തെ പോലെ ഈ മെയിൽ അയക്കുക അല്ലെങ്കിൽ അത്രമാത്രം വാട്സപ്പ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. നമ്മൾ ഈ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് തന്നെ കൊടുക്കണം. പിന്നെ മാത്രമല്ല, അച്ഛൻ ജന്മഭൂമിയുടെ റിപ്പോർട്ടറായിരുന്നു, മനോരമയുടെ റിപ്പോർട്ടറായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വടകര പ്രസ് ക്ലബ്ബിൽ തന്നെയായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സ്ഥിരമായി ജന്മഭൂമിയുടെ വാർത്തകൾ KSRTC ബസ്സിൽ കൊടുത്തയക്കുന്ന പണി എനിക്കായിരുന്നു. അച്ഛൻ വാർത്ത എഴുതും, പക്ഷെ അത് കൃത്യസമയത്ത് കൊണ്ട് അയക്കണം. അന്ന് ശ്രീനേട്ടനായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കുക. അതിൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാൽ പിറ്റേന്ന് ദിവസം ഞാൻ അയച്ചു കൊടുത്ത വാർത്ത അത് വന്നിട്ടുണ്ടോ എന്ന് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ ചിത്രം ഉണ്ടാവില്ല, വാർത്തയും ഉണ്ടാവില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് വാർത്തകളൊക്കെ അയച്ചിരുന്നത്. എന്തായാലും ആ മാധ്യമ പ്രവർത്തന ആ സമയത്തെ ഒരു കഷ്ടപ്പാടൊക്കെ ഓർത്ത് പോവുകയാണ്. ഇപ്പോൾ കാലം മാറി, ഒരുപാട് മാറി, അത്യന്താധുനിക സൗകര്യങ്ങൾ വന്നു. എന്തായാലും എവിടെ പത്രസമ്മേളനം നടത്തിയാലും മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴും നിങ്ങളെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നുള്ളത് പങ്കുവയ്ക്കട്ടെ. വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നമുക്ക് ഒത്തിരി അധികം സമയം കിട്ടിയിട്ടുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഇത്ര അധികം സമയം കിട്ടാറില്ല. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യാനും പര്യടന പരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. 7 നിയോജക മണ്ഡലങ്ങളിലൂടെയും പലവട്ടം യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റ് സ്ഥാനാർത്ഥികൾ പോയതിനേക്കാൾ കൂടുതൽ എല്ലാ മുക്കിലും മൂലയിലും എത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ ടൗണുകളിലും എല്ലാ കടകളിലും ഇറങ്ങിക്കൊണ്ട് തന്നെ ആളുകളെ നേരിട്ട് കണ്ടു വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ളൊരു അനുഭവം, പല സ്ഥലത്തും പര്യടനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങളെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്, ആ ഉത്സവ പറമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മിക്കവാറും ആളുകളെ നേരിട്ട് കണ്ടവരെ തന്നെ വീണ്ടും കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ 2 സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. മറ്റൊരു കാര്യമുള്ളത്, വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര വലിയ സാധ്യതകളുള്ളൊരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ഇന്ന് 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ തന്നെയാണ് വടകരയുടെ സ്ഥാനം. പ്രശ്നമുണ്ടോ? കണ്ടിന്യൂ ചെയ്യാനോ? ഏറ്റവും പുറകിലാണ് വടകരയുടെ സ്ഥാനം. പക്ഷേ വടകരയെപ്പോലെ സാധ്യതകളുള്ളൊരു മണ്ഡലം മറ്റൊന്നില്ല എന്നാണ് കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുക. ഒന്ന്, ഭൂമിശാസ്ത്രപരമായിട്ടും ഏറെ സമ്പന്നമാണ് വടകര. നമ്മുടെ കാപ്പാട് മുതൽ തലശ്ശേരി വരെ നീണ്ടു കിടക്കുന്ന തീരദേശ മേഖല വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ ഒരു അസറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ മലമ്പ്രദേശങ്ങൾ അല്ലെങ്കിൽ മലയോര മേഖല എന്ത് നട്ടാലും പൊന്നു വിളയുന്ന മണ്ണാണ്. നമ്മുടെ വയൽ മേഖലകൾ, ഇപ്പോൾ ആവളപ്പാണ്ടിയും ചിരണ്ടത്തൂർ ചിറയും, ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. പക്ഷേ ഈ സാധ്യതകളെ ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഈ മലയോര മേഖലകളുടെ കാര്യം, ഈ തീരദേശ മേഖലയുടെ കാര്യം മാത്രം നമുക്ക് നൽകാം. ഒന്ന്, നമ്മുടെ കാപ്പാട് ബീച്ച്. ഈ കാപ്പാട് ബീച്ച് മുതൽ തലശ്ശേരി വരെ നീണ്ടു കിടക്കുന്ന ഈ ബീച്ചുകളിൽ നമുക്ക് എണ്ണം പറഞ്ഞ ബീച്ചുകളുണ്ട്. ഒന്ന് കാപ്പാട് തന്നെ. 2, നമുക്ക് കൊയിലാണ്ടി ബീച്ച്, നമ്മുടെ ഉരുപുണ്യകാവ് ഉള്ള പ്രദേശം, ആ ബീച്ച്, നമ്മുടെ കൊല്ലം പാറപ്പള്ളി ബീച്ച്, അത് കഴിഞ്ഞാൽ നമ്മുടെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്, അത് കഴിഞ്ഞാൽ പയ്യോളി ബീച്ച്, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിനി ഗോവ എന്നറിയപ്പെടുന്ന പ്രദേശം, അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സാൻഡ് ബാങ്ക്സ് കഴിഞ്ഞ് പിന്നെ മാഹിയുടെ കുറച്ച് ഭാഗങ്ങൾ, അത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയുണ്ട് നമ്മുടെ തലശ്ശേരി ബീച്ച്. ഞാനിപ്പോൾ ഒരു 6 7 ബീച്ചുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. ഈ 6 7 ബീച്ചുകൾ, ഒരു പക്ഷേ ഈ ബീച്ചുകളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇന്ന് ഗോവയിലേക്കൊക്കെ എങ്ങനെയാണോ ലോകത്തെ ടൂറിസ്റ്റുകൾ ഗോവയിലേക്ക് ചെല്ലുന്നത്, ഗോവ കാണാൻ ചെല്ലുന്നത്, ഗോവയെ ആസ്വദിക്കുന്നത്, അതുപോലെ നമ്മുടെ വടകരയെ ആസ്വദിക്കാൻ വേണ്ടി, വടകരയെ കാണാൻ വേണ്ടി, നമ്മുടെ തീരപ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ വടകരയിലേക്ക് ഒഴുകിയെത്തും. നമ്മുടെ വെള്ളിയാങ്കല്ലുണ്ട്.
ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു ടൂറിസം പ്രൊജക്റ്റ് ഇവിടെ സാധ്യമാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത എന്ന് പറയുന്നത് കാപ്പാട് പോലും ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നാണ്. ഒരു കാലത്ത് കുറച്ചെങ്കിലും ടൂറിസ്റ്റുകൾ വന്നിരുന്ന ഒരു പ്രദേശമാണ് കാപ്പാട്. ഇത് കാപ്പാട് പോലും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ അത്യാവശ്യമൊക്കെ വരുന്നുണ്ട്, നമ്മൾ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ. പക്ഷേ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നില്ല. പക്ഷേ ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. വടകരയുടെ മുഖച്ഛായ മാറുന്ന ലോക ടൂറിസം ഭൂപടത്തിൽ വടകരയെ അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. മറ്റൊന്ന്, വടകരക്കാരനാണ് എന്ന് എവിടെ പോയി പറയുമ്പോഴും എന്നോട് ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കളരിപ്പയറ്റിൻ്റെ നാട്ടിൽ നിന്നല്ലേ വരുന്നത്? ഈ മണ്ണ് കുഞ്ഞാലി മരക്കാരുടെ നാടാണ്, ഉണ്ണിയാർച്ചയുടെ നാടാണ്, തച്ചോളിയോദലിൻ്റെ നാടാണ്. ഇപ്പം മീനാക്ഷി കുരിക്കളിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ പാരമ്പര്യം. ഈ കളരിപ്പയറ്റിന് വേണ്ടി വടകരയിൽ എന്താ ഉള്ളത്? കളരിപ്പയറ്റിനെ പഠിക്കാൻ, ഗവേഷണം നടത്താൻ. പയറ്റ് മാത്രമല്ല, കളരിയോടൊപ്പം വലിയൊരു വൈദ്യവുമുണ്ട്. എല്ല് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ എക്സ്റേ പോലും എടുക്കേണ്ട കാര്യമില്ല, പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം മീനാക്ഷി ഗുരുക്കളെ കണ്ട സമയത്ത് ഞാൻ ഗുരുക്കളോട് പറഞ്ഞത്, വടകരയുടെ പാരമ്പര്യം, ഞങ്ങളുടെ പാരമ്പര്യം, നമ്മുടെ പാരമ്പര്യം കളരിപ്പയറ്റാണ്. ആ പയറ്റിനെ സംരക്ഷിക്കാൻ, ആ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ, ആ കളരിപ്പയറ്റിന് വേണ്ടി വടകര കേന്ദ്രമാക്കിക്കൊണ്ടൊരു യൂണിവേഴ്സിറ്റി ആരംഭിക്കണം. കളരിപ്പയറ്റിൽ വലിയ ഗവേഷണങ്ങൾ നടക്കണം. ലോകമെമ്പാടുമുള്ള ആയോധന കലയെ ഇഷ്ടപ്പെടുന്നവർ വടകരയിലേക്ക് ഒഴുകിയെത്തണം. അതിനുവേണ്ടി വടകരയിൽ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിക്കുമെന്നുള്ളതാണ് ഞാൻ മീനാക്ഷി ഗുരുക്കൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ്. അത് യാഥാർത്ഥ്യമാകണം. അതിലൂടെ മാത്രമേ വടകരയുടെ പാരമ്പര്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കൂ. മറ്റൊരു കാര്യമുള്ളത്, വടകരയുടെ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന 2 റോഡുകളാണ്. ഒന്ന് വിലങ്ങാട് മാനന്തവാടി റോഡ്, അതുപോലെ തന്നെ പൂഴിത്തോട് റോഡ്, പൂഴിത്തോട് വയനാട് റോഡ്, പടിഞ്ഞാറത്തറ റോഡ്. ഈ 2 റോഡുകൾ എന്തുകൊണ്ടാണ് ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നത്? ഈ 2 റോഡുകളുടെയും പദ്ധതി ചെലവ് 500 കോടിയിൽ താഴെയാണ്. ഈ 2 റോഡുകളും ചുരമില്ലാതെ വയനാട്ടിലേക്ക് അതിവേഗത്തിലെത്താൻ പറ്റുന്ന ബദൽ മാർഗങ്ങളാണ്. ഇപ്പോൾ കുറ്റ്യാടി ചുരവും താമരശ്ശേരി ചുരവുമാണ് വയനാട്ടിലേക്ക് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പദ്ധതികളും, പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡും വിലങ്ങാട് വയനാട് റോഡും, വെറും 5-6 കിലോമീറ്ററിൻ്റെ എക്വിസിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ഈ പൂഴിത്തോട് റോഡിൽ 392 കുടുംബങ്ങളാണ് 1994 അവരുടെ സ്വന്തം കിടപ്പാടവും ഭൂമിയും എല്ലാം ഈ റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത്. അവിടെയുള്ളൊരു ആയിഷ ഉമ്മയുടെ കാര്യം ഞാൻ കണ്ടിട്ട് സങ്കടം വന്നു. ആയിഷ ഉമ്മയ്ക്ക് ആകെ 3 സ്ഥലമുണ്ടായി, 3 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നത്. 3 സെൻറ്റ് സ്ഥലത്തിൽ ഒരു ചെറിയ കൂര. ആ കൂരയാണ് ആയിഷ ഉമ്മ ഈ റോഡിന് വേണ്ടി വിട്ടുകൊടുത്തത്. അന്ന് ആയിഷ ഉമ്മ പറഞ്ഞത്, 1 പൈസ പോലും, 5 പൈസ പോലും സർക്കാരിനോട് നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടില്ല. എൻ്റെ നാടിന് വേണ്ടിയാണ് ഞാൻ ഈ വീടും സ്ഥലവും വിട്ടുകൊടുക്കുന്നതെന്നാണ് ആയിഷ ഉമ്മ പറഞ്ഞത്. ഈ ആയിഷ ഉമ്മയെ പോലുള്ള 396 കുടുംബങ്ങളാണ് ഈ പറയുന്ന പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന് സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകാത്തത്? അപ്പോൾ സർക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവ്ജിയുമായി സംസാരിച്ച സമയത്ത്, വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി, ഇവിടെ ഈ 94 ഒരുപക്ഷെ എക്വിസിഷന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രദേശങ്ങളെന്ന് പറയുന്നത് വനഭൂമി പോലും ആയിരുന്നില്ല രേഖകളിൽ. അപ്പോൾ ആ സ്ഥലത്തെ എക്വിസിഷൻ നടപടികൾ അന്ന് ചെയ്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ എത്രയോ മുമ്പേ നമുക്ക് വയനാട്ടിലേക്ക് അതിവേഗം പോകുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിലുള്ള കുറേ ആളുകളോട് സംസാരിച്ച സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട്, ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങളില്ല. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ കൊണ്ടുവരണമെങ്കിൽ താമരശ്ശേരി ചുരം ഇറക്കി കൊണ്ടുവരണം. വലിയ പ്രയാസമാണ്. ഇങ്ങിവിടെ എത്തുമ്പോഴേക്ക് ആളുകൾ മിക്കവാറും വലിയ ഗുരുതരാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ റോഡ് യാഥാർത്ഥ്യമായ ഞങ്ങൾക്ക് അതിവേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റും, ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും, കണ്ണൂർ പല എയർപോർട്ടുകളിലേക്കും എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളവും ഈ ടൗണുകളുടെയൊക്കെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന പദ്ധതിയാണ് ഈ റോഡ്. പക്ഷേ ഈ 2 പദ്ധതികളും ഉണ്ട് എന്നിരിക്കെ, ഞാൻ പറഞ്ഞു, ഭൂപേന്ദ്ര യാദവ്ജി പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട പ്രൊപ്പോസലുകൾ കേന്ദ്രത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നത്? സംസ്ഥാന സർക്കാരിന് ഇത് നടപ്പിലാക്കാൻ ഒരു താല്പര്യവുമില്ല. ഇവിടുത്തെ എംപിക്ക് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരു താല്പര്യവുമില്ല. എന്തെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ കോൺഗ്രസ് കേന്ദ്രവും കേരളവും ഭരിച്ച സമയത്ത് ഇതുമായി മുന്നോട്ട് പോകണ്ടേ? തറക്കല്ലിട്ടിട്ടുണ്ട്. കെ കരുണാകരൻ്റെ കാലത്ത് തറക്കല്ലിട്ടുള്ളൂ. ആ തറക്കല്ലിട്ടതല്ലാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഇരു കൂട്ടരും, ഇവിടുത്തെ CPM ഇവിടുത്തെ കോൺഗ്രസും ഇതിന് ഉത്തരവാദികളാണ്. ഇവിടുത്തെ താമരശ്ശേരിയിലെയും അതുപോലെ റിസോർട്ട് മാഫിയ, ഭൂമാഫിയ, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഏറ്റവും ഉപകാരപ്രദമാകാവുന്ന ഈ 2 ബദൽ റോഡുകൾ ഇല്ലാതാക്കുന്നത്.
ഞങ്ങൾക്ക് പറയാനുള്ളത് NDA ആദ്യം മുൻഗണന കൊടുക്കാൻ പോകുന്നത് ഈ 2 ബദൽ റോഡുകൾക്കാണ്. ഈ ബദൽ റോഡുകൾ യാഥാർത്ഥ്യമാക്കും. വടകരയെ സംബന്ധിച്ചിടത്തോളം വികസന കുതിപ്പിന് കാരണമാകുന്ന, ചരക്ക് ഗതാഗതത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന റോഡുകളാണ്. മറ്റൊരു രസകരമായ വസ്തുത, ഇപ്പോൾ പിണറായി സർക്കാർ പറയുന്നത് തുരങ്കപാതയാണ് വയനാട്ടിലേക്ക് സംസ്ഥാന സർക്കാർ വലിയ അഭിമാന പദ്ധതിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ തുരങ്കപാതയ്ക്ക് 2200 കോടിയോളം രൂപ വരും. പശ്ചിമഘട്ടത്തെ തുരന്നുകൊണ്ട് വയനാട്ടിലേക്കുള്ളൊരു പാത. അതിന് പാരിസ്ഥിതികാഘാതം എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ സാമ്പത്തിക ചെലവ് മറ്റൊരു ഘടകം. ഇവിടെ നോക്കും, പുത്തുമലയുടെ അടുത്തേക്കാണ് ഈ തുരങ്കപാതയുടെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തെ തൊടാൻ പാടില്ല എന്നാണ് മാധവ ഗാഡ്ഗിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. അത്ര പരിസ്ഥിതി ലോലമായിട്ടുള്ളൊരു പ്രദേശത്തെ തുരന്നുകൊണ്ട് ഈ 2200 കോടിയുടെ പദ്ധതി എന്തിനു വേണ്ടിയാണ്? ആർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്? ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? അതുകൊണ്ട് ഒരു വളരെ നിസ്സാരമായിട്ടുള്ള പൈസക്ക് തീർക്കാൻ പറ്റുന്ന ഈ 2 റോഡുകൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ട് ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതാണ് വടകരക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഉറപ്പ്. മറ്റൊന്നുള്ളത്, വന്യജീവി ശല്യം ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. ഈ വന്യജീവി ശല്യം കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയ മേഖലകളിൽ ഒരു ദിവസം രാവിലെ പട്ടിയെ എന്തോ പിടിച്ചോണ്ട് പോയി. ആളുകൾ ഭീതിയിലാണ്. സന്ധ്യ കഴിഞ്ഞാൽ നമ്മുടെ വിലങ്ങാട് മേഖലകളിൽ, അതുപോലെ ചക്കട്ടപ്പാറ മേഖലകളിലൊക്കെ പുറത്തിറങ്ങാൻ പോലും ആളുകൾ ഭയക്കുകയാണ്. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ സാധിക്കുന്നില്ല. അതിരാവിലെ 3 മണിക്കും 4 മണിക്കും റബ്ബർ ടാപ്പിംഗ് നടത്തിയിരുന്നവർ ഇപ്പം വെളിച്ചം വന്നാലേ പോകുന്നുള്ളൂ. കാരണം എന്താ? വന്യജീവികളുണ്ട്, ആനയുണ്ട്, പുലിയുണ്ട്, പന്നിയുണ്ട്, എല്ലാ ജീവികളുമുണ്ട്. ഇതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഈ വന്യജീവി പ്രശ്നത്തിൽ ഇടപെടാൻ ഇവിടുത്തെ MPO തയ്യാറായിട്ടില്ല. ഒന്ന്, നമ്മുടെ ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ ഉൾപ്പെടെ, കിടങ്ങുകൾ ഉൾപ്പെടെ ഫലപ്രദമായിട്ടുണ്ടാക്കണം. അതുപോലെ വനമേഖലകളിൽ കാണുന്ന ആ കൊന്നയൊക്കെ നശിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വന്യജീവി ശല്യം അത് രൂക്ഷമായി തുടരുന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ എത്ര ഫലപ്രദമായിട്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഇത് സാധ്യമാവാത്തത്? കേന്ദ്രം കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ജീവികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. സംസ്ഥാനം അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ഈ വന്യജീവി ശല്യത്തിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഈ മലയോര മേഖലയിലുള്ള കർഷകന്മാർക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നെൽവയലുകൾ, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് നെൽവയലുകൾ കൃഷിയില്ലാതെ നശിക്കുന്നത്. ആവളപ്പാണ്ടിയിലൂടെയൊക്കെ പോകുമ്പോൾ, നമ്മുടെ വയലുകളിലൂടെയൊക്കെ പോകുമ്പോൾ സങ്കടം തോന്നുകയാണ്. കൃഷിയില്ല, തരിശ് ഭൂമിയായി കിടക്കുകയാണ്. അവിടെ ആമ്പലും പായലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഒന്ന്, ജലസേചനത്തിലുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഉപ്പുവെള്ളമൊക്കെ കയറുന്നു. അതുപോലെ തന്നെ ആധുനിക കൃഷി രീതികൾ അത് നമ്മുടെ കർഷകന്മാർക്ക് ലഭ്യമല്ല. അപ്പോൾ ഇതിനൊക്കെ ആധുനികമായിട്ടുള്ള കൃഷി രീതികൾ വേണം. ഞാൻ ഗുജറാത്തിൽ കഴിഞ്ഞ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗുജറാത്തിൽ പോയിരുന്നു. ഗുജറാത്തിൽ പോയ സമയത്ത് അവിടുത്തെ കൃഷി രീതികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും സയൻറ്റിഫിക്കായിട്ടാണ് കാർഷിക രംഗത്ത് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതികൾ. അതുപോലെ തന്നെ ഞാൻ കണ്ടൊരു കാഴ്ച, നമ്മുടെ നാനോ യൂറിയ, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂറിയ ആ 45 കിലോൻ്റെ ബാഗാണ്. ആ 45 കിലോൻ്റെ ബാഗ് കടകളിൽ നിന്ന് വാങ്ങി ലോഡ് കണക്കിനാണ് വലിയ കർഷകന്മാർ കൊണ്ടുപോകുന്നത്. ഈ 45 കിലോൻ്റെ ബാഗിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു 450 ml ഒരു ബോട്ടിൽ മതി ഈ 450 കിലോ ബാഗിന് പകരമായിട്ട്. നാനോ യൂറിയ വളരെ കാർഷിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള കുതിച്ചുചാട്ടമാണ് ഈ നാനോ യൂറിയ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് വരെ നാനോ യൂറിയ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ. എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ആധുനിക കൃഷി സങ്കേതങ്ങൾ പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടോ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് കർഷകന്മാർക്ക് ആധുനിക കൃഷി രീതികൾ, ആധുനിക വളപ്രയോഗ രീതികൾ എല്ലാം പരിചയപ്പെടുത്തണം. കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കും. നമുക്കാവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ മികച്ച തൊഴിലവസരങ്ങളൊന്നുമില്ല. മികച്ച ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട്. എല്ലാവരും അവരുടെ എല്ലാ കഴിവുകളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധ്യതകളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വലിയ സംരംഭങ്ങൾ വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് സാധിക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ടൂറിസം പ്രൊജക്റ്റുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മത്സ്യസമ്പത്തുണ്ടല്ലോ, മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖല വലിയ അവഗണനയാണ്. ആ മേഖല എന്നും അവഗണിക്കപ്പെട്ട ആളുകളാണ്.
ഇവരുടെ പിടിക്കുന്ന മത്സ്യസമ്പത്തിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ മത്സ്യ മേഖല പുലിമുട്ടുകളുടെ നിർമ്മാണം, കടൽ ഭിത്തിയുടെ നിർമ്മാണം. ഇപ്പോൾ വടകര ഹാർബർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അടിയന്തരമായി വടകരയിൽ ഹാർബർ വേണം. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ മുഖച്ഛായ മാറ്റാൻ ആ ഹാർബർ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അതുപോലെ ചോമ്പാല ഹാർബർ, ഒരു തരത്തിലുള്ള മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും ചോമ്പാല നടക്കുന്നില്ല. ഒരു ശൗചാലയം പോലും നമ്മുടെ ചോമ്പാലയിലെ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എത്ര പരിമിതികൾക്കാണ് അവർ ജീവിക്കുന്നതെന്നറിയും. അപ്പോൾ ഇതൊക്കെ മാറണം, ഇതിൻ്റെയൊക്കെ മുഖം മാറണം. വടകരയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വടകരയിൽ ഉണ്ടാകണം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മോഡിഫൈഡ് വടകര എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ്. മോഡിഫൈഡ് വടകര എന്നാൽ എങ്ങനെയാണോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസന കുതിപ്പ്, നമുക്ക് ഗുജറാത്ത് മോഡൽ തന്നെ എടുക്കാം. ആ ഗുജറാത്ത് മോഡൽ വികസനം വടകരയിലും സാധ്യമാണ്. വടകരയുടെ ബസ് സ്റ്റാൻഡുകളും മാറണം. നമ്മുടെ ഈ പഴയ സ്റ്റാൻഡും നമ്മുടെ പുതിയ സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ പയ്യോളിയിലും പേരാമ്പ്രയിലും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും എല്ലാം അത്യന്താധുനിക മുഖത്തോടു കൂടിയിട്ടുള്ള ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാകണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡുകൾ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വടകരയിലേക്ക് ഉണ്ടാകണം. മികച്ച സംരംഭങ്ങൾ വടകരയിലേക്ക് ഉണ്ടാകണം. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയെ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ വടകരയെ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് വടകരയുടെ നമ്മുടെ കുറ്റ്യാടിയുടെ തേങ്ങയാണ്. ഏറ്റവും ഗുണനിലവാരമുള്ള തേങ്ങയാണ് കുറ്റ്യാടി തേങ്ങ. ഈ കുറ്റ്യാടി തേങ്ങയുടെ പാലായാലും കുറ്റ്യാടി തേങ്ങയുടെ കൊപ്രയായാലും കുറ്റ്യാടി തേങ്ങയുടെ വെളിച്ചെണ്ണയായാലും അതുപോലെ തന്നെ കുറ്റ്യാടി തേങ്ങയുടെ കോക്കനട്ട് ഷെല്ലായാലും ഏറ്റവും ഗുണനിലവാരമുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഇത്രയധികം ചിരട്ട കളക്ട് ചെയ്യുന്ന ലോറികൾ ഓടുന്ന സ്ഥലം മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. തേങ്ങയുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിൽ ഇത്രമാത്രം ചിരട്ട വണ്ടികൾ കാണാത്തത്? കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ചിരട്ട ഏറ്റവും ഗുണമേന്മയുള്ള ചിരട്ടയാണ്. ഈ ചിരട്ടയാണ് ആക്ടിവേറ്റഡ് കാർബൺ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ആക്ടിവേറ്റഡ് കാർബൺ ലോക രാജ്യങ്ങളിലേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഈ കുറ്റ്യാടി തേങ്ങയുടെ ഷെല്ലിനാണ് ഏറ്റവും ഡിമാൻഡ്. അത് ഖനികളിൽ ശുദ്ധീകരണ പ്രക്രിയക്കാണ് അത് ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വിദേശ നാണ്യം നേടിത്തരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ലോക മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. തേങ്ങയുടെ പാല്. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് വിപണി കയറ്റുമതി ചെയ്യാൻ സാധിക്കും. നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ വടകര ബ്രാൻഡിൽ, നമുക്ക് കുറ്റ്യാടിയുടെ ബ്രാൻഡിൽ നമുക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വടകര കുറ്റ്യാടി തേങ്ങയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇവിടുത്തെ നാളികേര കർഷകന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ കുറ്റ്യാടി തേങ്ങയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്, BJPക്കുണ്ട്, NDAക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും ഇതുപോലെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം അരൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരൂരിലെ ഒളോറ് മാങ്ങ, ഇപ്പോൾ ഒളോറ് മാങ്ങ ഇപ്പോൾ പല സ്ഥലത്തും ഒളോറ് മാങ്ങയ്ക്ക് പല പേരുകൾ പറയും. പക്ഷെ നമ്മുടെ അരൂർ ഒളോറ് മാങ്ങ, അപ്പോൾ പലപ്പോഴും എല്ലാവരും അത് സ്റ്റോർ ചെയ്യാറുണ്ട്. നമ്മുടെ മാമ്പഴക്കാലത്ത് അരൂരിൻ്റെ ഒളോറ് മാങ്ങയെക്കുറിച്ച് എനിക്ക് അരൂരിൻ്റെ ഒളോറ് മാങ്ങ ഓർമ്മ വന്നത് മുതലമട പോയപ്പോഴാണ്. മുതലമടയുടെ മാങ്ങ അന്താരാഷ്ട്ര വിപണിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കയറ്റിപ്പോകണം, അത്ര സ്വാദിഷ്ടമാണ്. അതേപോലെ ഇൻ്റർനാഷണലി ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ അരൂരിൽ ഒളോറ് മാങ്ങ. ഇങ്ങനെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ തനതായ ഉൽപ്പന്നങ്ങളുണ്ട്. നമുക്ക് വടകരയെ കൃത്യമായി അങ്ങനെ ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. വടകരയുടെ കൈത്തറി മേഖല, നമുക്ക് കൈത്തറി മേഖലയെ വലിയ പദ്ധതികളിലൂടെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണോ വാരാണസിയിൽ ഉൾപ്പെടെയുള്ള കൈത്തറി മേഖല ഒരു പുത്തൻ ഉണർവുണ്ടായിട്ടുള്ളത്, അവിടെയൊക്കെ ആഗോള മാർക്കറ്റിലേക്ക് അതൊക്കെ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ നമ്മുടെ തറികൾ കൈത്തറി മേഖലയെ മുഴുവൻ ആധുനികവൽക്കരിച്ചുകൊണ്ട് കൈത്തറി മേഖലയെ പുനരുജ്ജീവിച്ച് നമ്മുടെ തെരുവ് കേന്ദ്രീകരിച്ച് നടക്കുന്ന കൈത്തറി, ഇപ്പോൾ ആരും നെയ്ത്തിന് തയ്യാറാകുന്നില്ല. പുതിയ ജനറേഷൻ ആരും തയ്യാറാകുന്നില്ല. കാരണം നെയ്ത് കൊടുക്കുന്ന തുണിക്ക് പോലും പൈസ കിട്ടുന്നില്ല. യൂണിഫോമിന് നെയ്ത് കൊടുത്ത വകയിൽ 8 മാസമായിട്ട് പൈസ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നെയ്ത്തിൽ നിന്ന് ആളുകൾ പിന്മാറുന്നത്. അപ്പോൾ കൈത്തറി മേഖലയ്ക്ക് വേണ്ടി സമഗ്രമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. എനിക്ക് വടകരയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വടകരയുടെ പ്രശ്നങ്ങളെ ഒരു രണ്ടാമതൊരാൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വടകരയിൽ ജനിച്ചു വളർന്ന ആൾ എന്നുള്ള നിലയ്ക്ക് വടകരയുടെ ഓരോ മുക്കിലും മൂലയുമുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ, അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വടകരയെ അടിപൊളി
തലമുടി മാറ്റാനുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങൾ വടകരയുടെ വികസനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പര്യടനത്തിനിടയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വലിയ രീതിയിൽ NDAക്ക് ഗുണകരമായിട്ട് വരും. അട്ടിമാറി വിജയം ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് നേടാനാകുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ CAAയുടെ വിഷയം വടകരയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഈ CAA വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് നൈറ്റ് മാർച്ചുകൾ നടക്കുന്നു. പക്ഷേ എനിക്ക് ന്യൂനപക്ഷ മേഖലകളിൽ കിട്ടുന്ന സ്വീകാര്യത, ഈ CAA പറ്റിയൊക്കെ കൃത്യമായി പഠിച്ച് വിലയിരുത്തിയവർ, അവർക്കറിയാം ഒരാളുടെ പൗരത്വവും നഷ്ടപ്പെടില്ല എന്നുള്ളത്. ആ സഹോദരങ്ങൾക്കറിയാം. അവരുടെയൊക്കെ പിന്തുണ അത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. അട്ടിമറി വിജയം ഈ മേഖലയിൽ, ഈ വടകര പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് നേടാനാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ഇതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയായിരുന്നു കഴിഞ്ഞ മാസം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലേക്ക് വന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണമുണ്ടായി. കടുവയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ കുറേ അധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ വീടുകളെല്ലാം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി നേരിട്ട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഈ വീടുകൾ മുഴുവൻ സന്ദർശിക്കാൻ. അതിനുശേഷം DFOയും അതുപോലെ വയനാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന യോഗത്തിൽ അന്ന് പത്രക്കാരും മാധ്യമങ്ങളും മുഴുവൻ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായി വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്താണ് തടസ്സം നിൽക്കുന്നത്? വന്യജീവികൾ, അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ അത് വെടിവെക്കാൻ പോലുമുള്ള ഉത്തരവ്, അത് ഇടാനുള്ള അധികാരം ഈ സംസ്ഥാനത്തിനുണ്ട്. അതിന് നിങ്ങൾ കേന്ദ്ര അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ DFOയോട് പരസ്യമായിട്ട് ചോദിച്ചു, അങ്ങനെ ഒരു അനുമതി ഇല്ലേ ഈ വകുപ്പ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അത് കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ടാണ് വനമന്ത്രി എന്ന് പറഞ്ഞത്. അത് ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുകയാണ്, മാധ്യമങ്ങളുടെ മുന്നിൽ സമ്മതിക്കുകയാണ്. മാത്രമല്ല, ഈ വന്യജീവി ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ കൊടുത്ത പണം, ഈ കോടിക്കണക്കിന് രൂപ എന്താണ് ചെയ്തത്? അപ്പോഴാണ് കിടങ്ങുകളുടെയും ഫെൻസിങ്ങുകളുടെയും ഒക്കെ അപര്യാപ്തത നമുക്ക് മനസ്സിലായത്. ഈ കിടങ്ങുകൾ മുഴുവൻ കുഴിച്ചിരിക്കുന്നത് ഇതിനൊക്കെ ഒരു കൃത്യമായ ഡെപ്തുണ്ട്, ഒരു വിഡ്ത്തുണ്ട്. ആ അളവിൽ വേണം. വന്യജീവികൾക്ക് കയറി ഇറങ്ങി വരാൻ പറ്റാത്ത വിധത്തിലായിരിക്കണം ഈ കിടങ്ങുകൾ ഉണ്ടാക്കേണ്ടത്. വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കിടങ്ങുകളുടെ കാര്യം എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത്, ഒരു JCBയുടെ കൈകൊണ്ട് പോരുന്ന തരത്തിലാണ് ഈ കിടങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഡെപ്തില്ല, വിഡ്ത്തില്ല. ഒരു മഴ പെയ്യുമ്പോഴേക്ക് ആ കിടങ്ങുകൾ നികന്നു പോവുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് മൃഗങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ആവശ്യത്തിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം പോലും കേന്ദ്ര സർക്കാരിൻ്റെ നഷ്ടപരിഹാരമല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ നഷ്ടപരിഹാരം എന്താ ഉള്ളത്? ഒന്നുമില്ല, വർധനവില്ല. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലുള്ള വർധനവില്ല. ഇവിടെ ഒരു തെങ്ങ് നശിപ്പിച്ചാൽ ഇപ്പോഴും കിട്ടുന്നത് 500 രൂപയാണ്. എത്ര ഓഫീസുകൾ കയറി ഇറങ്ങണമെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം വിലങ്ങാട് പോയപ്പോൾ വിലങ്ങാടുള്ള കുങ്കേട്ടൻ, അവിടുത്തെ ഒരു വനവാസി സഹോദരനാണ്. ആ കുങ്കേട്ടൻ എനിക്കൊരു പരാതി കൊണ്ടുത്തരുവാണ്, വന്യജീവികളെ കൊണ്ട് രക്ഷയില്ല, അയാളുടെ 15 തെങ്ങ് നശിപ്പിച്ചു. ഞാൻ കുങ്കേട്ടനോട് ചോദിച്ചു, നിങ്ങൾ നഷ്ടപരിഹാരത്തിന് കൊടുത്തോ കുങ്കേട്ട? എന്നോട് ചോദിച്ചു, എത്ര കാലം ഞങ്ങൾ കയറി ഇറങ്ങണം? ഞങ്ങളിപ്പോൾ നഷ്ടപരിഹാരത്തിന് കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത്. കാലാനുസൃതമായി നഷ്ടപരിഹാരം പോലും അത് പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറല്ല, ഇടപെടലുകൾ നടത്താൻ MP യും തയ്യാറല്ല. അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്രം കൃത്യമായി ആവശ്യമുള്ളതെല്ലാം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ UPA കാലത്തേക്കാൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. 10 ലക്ഷം യുവതിയുവാക്കൾക്കാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തൊഴിൽ കൊടുത്തതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. റോസ്ഗാർ യോജന എല്ലാ വടകരയിലും നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അഗ്നിപഥിലൂടെ 10,000-കണക്കിന് പേർക്ക് തൊഴിൽ, അഗ്നിവീരന്മാരായിട്ട് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി, സർക്കാർ ജോലി മാത്രമല്ല, സർക്കാർ ജോലികളിൽ കൃത്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ നരേന്ദ്രമോദിജി മുന്നോട്ട് വയ്ക്കുന്നത്, തൊഴിൽ തേടി അലയുന്നവരല്ല ഇന്ത്യൻ യുവത്വം, അങ്ങനെയുള്ളവരായിട്ടല്ല ഇന്ത്യൻ യുവത്വം മാറേണ്ടത്. നേരെ മറിച്ച് തൊഴിൽ ദാതാക്കളായി മാറാൻ ഇന്ത്യൻ യുവത്വത്തിന് സാധിക്കണം. ഇപ്പോൾ നമ്മുടെ മുദ്രാ യോജന വായ്പ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രകടന പത്രികയിൽ മുദ്രാ വായ്പ ഇരട്ടിയാക്കി, 20 ലക്ഷമാക്കി അതിൻ്റെ വായ്പാ പരിധി. ഓരോ മുദ്രാ വായ്പയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയുടെ വായ്പ എന്ന് പറയുന്നത് ഒരു 4-5 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സാധ്യതകളാണ്, അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന പദ്ധതികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മുദ്രാ വായ്പ കിട്ടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ശതകോടിക്കണക്കിന് രൂപയുടെ മുദ്രാ വായ്പ മലപ്പുറം ജില്ലയിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുദ്രാ വായ്പയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർ ഇതിലൂടെ തൊഴിൽ ദാതാക്കളായി മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ EPF റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത് ഈ സമയത്താണ്. ഇപ്പം UPA ഭരണകാലത്തിനേക്കാൾ
ഇരട്ടിയിലധികം വർധനവാണ് EPF അക്കൗണ്ടുകളുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഭരണകാലത്തുണ്ടായിട്ടുള്ളത്. EPF അക്കൗണ്ടുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന എന്താ? ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വലിയ രീതിയിലുള്ള തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ UPAയുടെ ഭരണകാലത്ത് വിരളിലെണ്ണാവുന്ന യൂണിക്കോൺസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നുള്ളൂ, 2-3 യൂണിക്കോൺസ്. ഇന്ന് ഇന്ത്യയുടെ പൊസിഷൻ 100-ലധികമാണ്. ഇന്ത്യയിലെ യൂണിക്കോൺസിൻ്റെ ലോകോത്തരമായിട്ടുള്ള കമ്പനികൾ, സംരംഭങ്ങൾ, അതാണ് യൂണിക്കോണുകൾ. ആ യൂണിക്കോണുകൾ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന ശതകോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുകളുള്ള യൂണിക്കോൺസ് 100-ലധികമാണ്. ഒരുപക്ഷെ ലോക രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളോട് പോലും കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലാണ് യൂണിക്കോണുകളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വർധനവ്. അതുപോലെ നമ്മുടെ സ്വയം സംരംഭകന്മാർ വലിയ രീതിയിലുള്ള വർധനവാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തൊഴിലില്ലായ്മ നിരക്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ നമ്മൾ തൊഴിലില്ലായ്മയെ പരിഹരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ, ഒരുപക്ഷെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസ്വരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പിന്നിലാണ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ പോലും തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്ന സമയത്ത് പോലും കേരളത്തിന് അതിന് സാധിക്കുന്നില്ല. ഇപ്പോൾ 50 ലക്ഷത്തിലധികം അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. PSC തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയ അപേക്ഷകളുടെ എണ്ണം 3 കോടിക്ക് മേലെയാണ്. ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെരുവിലാണ്. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന സമയത്ത് 10,000-ഓളം വരുന്ന CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനിടയ്ക്കായിരുന്നു. അവരുടെ കൂടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യുമ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് വരുന്നത്. CPO ആവശ്യത്തിന് കേരളത്തിൻ്റെ പോലീസ് സേനയിൽ ആവശ്യത്തിന് ആളുകൾ വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുക, എന്നിട്ടോ ആവശ്യത്തിന് ആളുകളെ നിയമിക്കുന്നില്ല. പോലീസ് സേനയിൽ ഇഷ്ടംപോലെ ആളുകൾ ആവശ്യമുണ്ട്. ഇത് പോലീസ് സേനയുടെ മാത്രം കാര്യമല്ല, ഇവിടെ നമ്മുടെ എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെ കാര്യമായാലും ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിയമനം നടക്കുന്നില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മുടെ PSC ആസ്ഥാനത്ത് പോലും താൽക്കാലിക ജീവനക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താൽക്കാലിക ജീവനക്കാരായിട്ട് കയറ്റുന്നു, അവരെ കുറേ കാലം കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുന്നു. ഇന്ന് താൽക്കാലികക്കാരില്ലാത്ത, പിൻവാതിൽ നിയമനങ്ങളില്ലാത്ത ഒരൊറ്റ വകുപ്പും സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടില്ല. എല്ലാത്തിലുമുണ്ട്. യുവജനക്ഷേമ ബോർഡ്, അതിൽ പോലും ഇഷ്ടംപോലെ താൽക്കാലികക്കാരുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പോളിസി ഇന്നതാണ്. ഇന്ത്യൻ യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിജി വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾ യുവം പരിപാടി എറണാകുളത്ത് സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടിയിലേക്കെത്തിയ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അവർ BJPക്കാരായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ മാത്രമായിരുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത്. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒമാനിൽ നിന്നും ബഹ്റിനിൽ നിന്നുമുള്ള കുറച്ച് കുട്ടികൾ അവർ ഇവിടത്തേക്ക് വരികയാണ്. ആ കുട്ടിയുടെ ബാപ്പയ്ക്ക് വലിയ വ്യവസായ സാമ്രാജ്യമാണ് ഖത്തറിലും ഒമാനിലും ഒക്കെ ഉള്ളത്. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു, ബാപ്പ വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിക്ക് മാത്രമാണ് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക. ആ മാറ്റത്തിൻ്റെ ഭാഗമാകാനാണ് ഞാൻ വന്നതെന്നാണ് ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചത്. അവരുടെ കൂടെ ഒരു 6-7 പേരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സംരംഭകന്മാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു. കേരളത്തിൽ വ്യവസായ സംരംഭങ്ങളില്ല. ഇപ്പോൾ കിറ്റസ് ഗ്രൂപ്പിന് പോലും അവർക്ക് നിക്ഷേപം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ബിസിനസ് ആരംഭിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായ സൗഹൃദമായ, നിക്ഷേപ സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാകണം. പക്ഷേ അത് LDFൻ്റെ കാലത്തോ അല്ലെങ്കിൽ അത് UDFൻ്റെ കാലത്തോ അത് ഉണ്ടാകാൻ പോകുന്നില്ല. NDAക്ക് മാത്രമേ അത്തരം സാധ്യതകളെ തുറന്നിടാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ കേരളത്തിൻ്റെ യുവത്വത്തിനുണ്ട്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. BJPയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകൾ ഒരു കാരണവശാലും ഒരിടത്തേക്കും പോകില്ല. അത് BJPക്ക് തന്നെ കിട്ടും. പിന്നെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അതെനിക്ക് അറിയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ വളരെ പോസിറ്റീവ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് വടകരയുടെ മണ്ണിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ബോംബിൻ്റെ രാഷ്ട്രീയമാണ്. CPM പ്രവർത്തകന്മാർ, അതുപോലെ പ്രധാനപ്പെട്ട DYFയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ബോംബ് കേസിൽ പ്രതികളായിട്ടുള്ളത്. അവരെ കൃത്യമായി പാർട്ടി തള്ളിപ്പറയുകയാണ്. ബോംബ് സ്ഫോടനം നടന്ന് മരിച്ചതിന് ശേഷം അവിടെ തള്ളിപ്പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് CPMനെയൊക്കെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ളവരാണ്. അതുപോലെ തന്നെ ഈ വികസനം എല്ലാം ഇവിടെ ചർച്ച
ചെയ്യും. ഇവിടെ നിഷ്പക്ഷരായി ഇത്രയും കാലം CPM-നും കോൺഗ്രസിനുമൊക്കെ വോട്ട് ചെയ്തവർ പോലും വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രാവശ്യം എനിക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഇത് ഈ വടകര മണ്ഡലത്തിൻ്റെ മാത്രം കാര്യമല്ല, 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും. കാരണം ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേന്ദ്രത്തിൽ 400-ലധികം സീറ്റുകളുമായി അധികാര തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അതുകൊണ്ട് ആ മാറ്റം ആ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ആ മുന്നേറ്റത്തിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു. റെക്കോർഡ് വോട്ട് വർധനവും റെക്കോർഡ് ഭൂരിപക്ഷം കേരളത്തിലെ പല പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾക്കുണ്ടാകും. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി, വടകര. വടകരയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് റിസൾട്ട് വരുമ്പോൾ അട്ടിമറി വിജയത്തിൻ്റെ റിസൾട്ടാണ് വടകര കേൾക്കാൻ പോകുന്നത്. വടകരയുടെ പൾസ് അറിയണമെങ്കിൽ വടകരയുടെ 7 നിയോജക മണ്ഡലങ്ങളിലൂടെയും പല വട്ടം ഞാൻ യാത്ര ചെയ്തതാണ്. എനിക്ക് അണ്ടർ സ്പാർക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വടകരയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ CPM-ൻ്റെ അണികൾ വലിയ പ്രതിഷേധത്തിലാണ്. ഒന്ന്, പെൻഷനുകൾ ഒന്നുമില്ല, ക്ഷേമ പെൻഷൻ, വികലാംഗ പെൻഷനില്ല, വിധവാ പെൻഷനില്ല, ഒന്നുമില്ല. ഇവിടെ ശമ്പളം പോലും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ വലിയ പ്രതിഷേധമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നെയ്ത്ത് തൊഴിലാളികൾക്ക് 7 മാസമായിട്ട് കുടിശ്ശികയാണ്. മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസയില്ല. നരേന്ദ്രമോദി കൊടുത്തത് മാത്രമേ വടകരക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. കിസാൻ സമ്മാൻ നിധി ലക്ഷക്കണക്കിന് പേരിലേക്ക് കിട്ടിയിട്ടുണ്ട്. ജൽജീവൻ മിഷൻ കിട്ടിയിട്ടുണ്ട്. ശൗചാലയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കക്കൂസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു തമാശയാക്കൽ, കളിയാക്കൽ, കക്കൂസ് ഉണ്ടാക്കൽ. നോക്കൂ, വടകരയിലും മാത്രം 10,000-കണക്കിന് ശൗചാലയങ്ങളാണ് നരേന്ദ്രമോദിയുടെ പദ്ധതിക്ക് കീഴിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീട് ലഭിച്ചവർ, അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ. അത് വടകരയെ സംബന്ധിച്ചിടത്തോളം, വടകരയെ മാത്രമല്ല, വലിയൊരു ചർച്ചാ വിഷയമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി, അവൻ പ്രയാസപ്പെടുന്നത്, അവൻ പകച്ചു പോകുന്നത് ആശുപത്രിയിലാകുന്ന സമയത്താണ്. ജോലിക്ക് പോകാൻ പറ്റില്ല, അവൻ്റെ സമ്പാദ്യം മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കണം. ആ സമയത്താണ് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോഴിതാ 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ മുതിർന്ന പൗരന്മാരും ആ ഇൻഷുറൻസിൻ്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു. ഇതൊക്കെ വലിയ ചർച്ചയാണ്, ചലനങ്ങളാണ്. ജനപ്രിയ പദ്ധതികൾ തുടരുമെന്നുള്ള പ്രഖ്യാപനം. ഉജ്ജ്വല യോജന കണക്ഷൻ അത് വീണ്ടും തുടരുകയാണ്. ആവാസ് യോജന തുടരുകയാണ്. അതുപോലെ കിസാൻ സമ്മാൻ നിധി തുടരുകയാണ്. മുദ്രാ വായ്പ 20 ലക്ഷമാക്കി ഉയർത്തിരിക്കുന്നു. ഇവിടുത്തെ തെരുവോര കച്ചവടക്കാർക്കുള്ള സ്വനിധി വായ്പ, നിങ്ങൾ ഈ തെരുവ് കച്ചവടക്കാരൊക്കെ ഒന്ന് ചോദിക്കണം. എല്ലാവരും സ്വനിധി വായ്പ എടുത്തിട്ടുണ്ട്. CITU-ൽ മെമ്പർഷിപ്പുള്ള നിരവധി ആളുകളെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് നിലനിൽക്കാൻ സാധിച്ചത്, ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയത് ഈ സ്വനിധി വായ്പയായിരുന്നു. അവർ ആ വായ്പ എടുത്ത് തിരിച്ചടച്ചപ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി പൈസ വീണ്ടും വായ്പ കിട്ടുകയാണ്. അപ്പോൾ വളരെ കൃതജ്ഞതയോടെ, നന്ദിയോടെ നരേന്ദ്രമോദിജിയോട് നന്ദി പറയുകയാണ്. NDA ഗവൺമെൻറ്റിനോട് നന്ദി പറയുകയാണ്. അവിടെ വളരെ അനുകൂലമായ ഘടകമുണ്ട്. ഇതെല്ലാം വോട്ടായിട്ട് മാറും. ഞാൻ മലയോര മേഖലയൊന്നും പറഞ്ഞത് വെറുതെയല്ല. മലയോര മേഖലയുള്ള കർഷകന്മാർ പരാതി കൊടുത്ത് വലഞ്ഞു. ഞാനൊരു MP-യോ MLA ഒന്നും ആയിട്ടില്ലല്ലോ. എൻ്റെ കയ്യിൽ 100 കണക്കിന് പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീരദേശത്തുകൂടെ പോകുന്ന സമയത്ത് പറയുന്നത്, അവർ എന്താണ് അവഗണിക്കപ്പെടാൻ, അവർ ഇത്രമാത്രം ചെയ്ത തെറ്റെന്താണ്? തീരദേശ മേഖലകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഇപ്പോഴും കഴിഞ്ഞ കടലാക്രമണ കാലത്തുണ്ടായിട്ടുള്ള റോഡുകൾ നവീകരിച്ചിട്ടില്ല. തലശ്ശേരിയുടെ പല മേഖലകൂടെയും പോകുമ്പോൾ ചേരി പ്രദേശങ്ങളാണ്. അവരുടെ പുനരുജ്ജീവനം എന്തുകൊണ്ടാണ് സാധ്യമാകാത്തത്? അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഉള്ള പദ്ധതികളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പുലിമുട്ടുകളുടെ നിർമ്മാണം വൈകുന്നത്? ഈ കുരിയാടി പോലും കടലാക്രമണം ഉണ്ടാവുകയാണ്. ഈ കുരിയാടി പോയ സമയത്ത് കടൽ ഭിത്തി എന്ന പേരിൽ ചെറിയ കല്ലുകൾ ഇട്ടു, അത് കടൽ കൊണ്ടുപോയി. കടൽ ഭിത്തിയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിനൊക്കെ ഒരു മാനദണ്ഡമില്ലേ, അതിനൊരു വലുപ്പമില്ലേ കല്ലുകൾക്ക്? അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് തീരദേശ മേഖലയെ അപാടെ അവഗണിക്കുകയാണ്. കുടിവെള്ള ക്ഷാമം, ഒരു കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്നവർക്ക് സാധിക്കാത്തത്, MP-ക്ക് സാധിക്കാത്തത്? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവരുടെ ഒരു ബേസിക് നീഡല്ലേ കുടിവെള്ളം എന്ന് പറയുന്നത്. ഇത്രയും കാലം, എത്ര പതിറ്റാണ്ടായി അവർ ഉന്നയിക്കുന്ന ആവശ്യമാണ്. കുടിവെള്ളം പോലും കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് 6 മാസം മതി ഞങ്ങൾക്ക് നിങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഞങ്ങൾ കണ്ടെത്താം. ഇവിടെ ഈ മുനിസിപ്പൽ ഏരിയയിലാണ് ജൽജീവൻ മിഷൻ അവതാളത്തിലേക്ക് കിടക്കുന്നത്. നോക്കൂ, പഞ്ചായത്ത് ഏരിയയിൽ ജൽജീവൻ മിഷൻ കണക്ഷൻ മിക്കവാറും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് അവിടെ കുടിവെള്ള പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നത്തിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. ഇതെല്ലാം ശക്തമായിട്ടുള്ള ജനവികാരമായി വടകരയുടെ എല്ലാ മേഖലകളിലുമുണ്ട്. ഞാൻ വടകര പ്രസ് ക്ലബ് ആയതുകൊണ്ടാണ് വടകരയുടെ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചത്. അതുപോലെ നമ്മുടെ ആശുപത്രി പറയാതിരിക്കാൻ വയ്യ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ആയിരുന്ന ആളുടെ മണ്ഡലത്തിൽ പോയപ്പോൾ
അവിടുത്തെ ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ, ഒരു നല്ല മുറിവുണ്ടായാൽ തുന്നിക്കെട്ടാൻ അതിന് പോലും നൂല് പോലും ആ ആശുപത്രിയിലില്ല എന്നാണ്. അവർ ആ ആശുപത്രിക്ക് ഉപയോഗിച്ച നാടൻ സ്ലേങ് വളരെ രസകരമാണ്. ഒന്നിനും കൊള്ളാത്തൊരു ആശുപത്രി നാടൻ വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, അൺപാർലമെൻ്ററി ആയതുകൊണ്ട്. അപ്പോൾ അത്രയും സൗകര്യമില്ലാത്ത പരിമിതമായ സൗകര്യങ്ങളാണ് ആശുപത്രി. നമ്മുടെ വടകര ഗവൺമെൻറ് ആശുപത്രി ഒരു കാലത്ത് ഗൈനക്കോളജി വിഭാഗം ഉണ്ടായിരുന്നില്ലേ? എത്ര പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയാണ്. ഇന്ന് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ എന്താ? വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുഖം ഇപ്പോൾ മാറും. കോടിക്കണക്കിന് രൂപ, ഏകദേശം 100 കോടിക്ക് മേലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അവിടെ വന്നിരിക്കുന്നത്. ആ പഴയ കെട്ടിടങ്ങളെല്ലാം മാറിക്കൊണ്ട് ആധുനികമായിട്ടുള്ള കെട്ടിടങ്ങൾ വരും. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്? ഇവിടെ ഡയാലിസിസിന് വേണ്ടിയിട്ട് എത്ര ഡയാലിസിസ് ഉപകരണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചതെന്ന് അറിയും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്രം കൊടുക്കുന്നത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് NDA വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് NDAയുടെ ജനപ്രതിനിധിയും വന്നു കഴിഞ്ഞാൽ അതിന് ഇരട്ടി വേഗത കൈവരും. കാരണം പല ഫണ്ടും ചിലവാക്കാതെ തിരിച്ചടക്കുന്നുണ്ട്. മത്സ്യസമ്പദ യോജന പ്രകാരം 1300 കോടിയാണ് ഇവിടുത്തെ തീരദേശ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തത്. അതിൽ 700 കോടിയും ലാപ്സ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വടകര കുരിയാടിയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ചൊമ്പാലയും കുരിയാടിയും അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ എത്തേണ്ട പൈസയല്ലേ? ആ 700 കോടിയല്ലേ തിരിച്ചു കൊടുക്കുന്നത്? 100 ബോട്ടുകളാണ്, 1 കോടി 20 ലക്ഷം രൂപയുടെ 100 ബോട്ടുകളാണ് ഇവിടെ കേരളത്തിന് അനുവദിക്കാമെന്ന് പറഞ്ഞത്, കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ആ ബോട്ടുകൾ ഈ 80 എണ്ണം വേണ്ടെന്ന് പറഞ്ഞു, 20 എണ്ണം മതി എന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? ഞാനത് അന്വേഷിച്ച സമയത്താണ് വളരെ രസകരമായിട്ട് തോന്നിയത്. 12 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം, സംസ്ഥാന വിഹിതമാണ്. 12 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് 1 കോടി 20 ലക്ഷം രൂപയുടെ ബോട്ടുകൾ വേണ്ടെന്ന് പറയും. നോക്കൂ, ഈ മത്സ്യത്തൊഴിലാളികൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ കൃത്യമായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം മാഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മൾ വാളയാർ ചുരത്തിനപ്പുറം, മഞ്ചേശ്വരത്തിനപ്പുറം എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വടകരക്കാർ അത്രത്തോളം ആലോചിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ മാഹിയിലെ കാഴ്ച വടകരക്കാർ കാണുന്നുണ്ട്. മാഹിയിൽ കഴിഞ്ഞ ദിവസം പ്രചരണ വാഹനം പോകുമ്പോൾ നല്ല രസകരമായിട്ട് തോന്നി. CPM-ൻ്റെ കൊടിയുണ്ട്, കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്, എല്ലാം ഒന്നിച്ച് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ജീപ്പ് അങ്ങോട്ട് കടന്നു പോവുകയാണ്. ഇത് മാഹിയിൽ നടക്കുന്ന കാഴ്ചയാണ്. എന്തിനാണ് ഈ കേരളത്തിൽ ഇവരിങ്ങനെ പരസ്പരം പോരടിക്കുന്നത് എന്ന് കൃത്യമായും ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഇന്നലെ ചൊക്ലിയിലായിരുന്നു എൻ്റെ പര്യടനം. ഈ ചൊക്ലിയിൽ പര്യടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഏതാനും മീറ്റർ എനിക്ക് കാണാം, മാഹി എനിക്ക് കാണാം. ആ മാഹിയിൽ അവിടെ വൈദ്യലിംഗത്തിൻ്റെ പര്യടന വണ്ടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ CPM-ഉം കോൺഗ്രസും കീരിയും പാമ്പും, അവിടെ ബായി പായി. ഇത് കാണുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ തമാശ തോന്നി. എനിക്കത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, വണ്ടി കടന്നു പോയതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് കൃത്യമായും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വടകരയുടെ രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കും. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഇവർക്കുണ്ട്. ഇവർ ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഇവർ ആര് ജയിച്ചാലും ഒരേ അവസ്ഥയാണ്. ഇത്രയും കാലം ജയിച്ചിട്ടും ഒരു മാറ്റവും വടകരയുടെ മണ്ണിൽ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല 5 വർഷം കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നേറുന്ന മണ്ഡലമാക്കി വടകരയെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്, ഇത് നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്, ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഒന്ന്, ഈ ദേശീയപാതയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ആ സമയത്തും അതുപോലെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ഈ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ MLA അല്ലെങ്കിൽ MP കൃത്യമായി ഈ വിവരങ്ങൾ ദേശീയപാത അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ അത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പം ഞാൻ ആ സമരപന്തലിൽ സന്ദർശിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് തീർച്ചയായും അതിൽ ഇടപെടലുകൾ നടത്തും. ഞാൻ അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പരാതികൾ അടിയന്തരമായി ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുക്കാളി ഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അടിപ്പാതയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ ചോമ്പാല അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഏറ്റവും അത്യാവശ്യമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളുണ്ട്, മറ്റ് സർക്കാർ ഓഫീസുകളുണ്ട്, ഇവിടെയൊക്കെ കടന്നു ചെല്ലാൻ വലിയ പ്രയാസം അനുഭവിക്കും. അപ്പോൾ ദേശീയപാതയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അവരുടെ സ്ഥലം വിട്ടുകൊടുത്ത ആളുകളാണ്. അവരാവശ്യപ്പെടുന്ന ഒരു ചെറിയ ആവശ്യമാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യണം. ഇപ്പോൾ ഇലക്ഷനും ആയതുകൊണ്ട് തന്നെ അതിന് ചില പരിമിതികളുണ്ട്. എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇടപെടലുകൾ നടത്തും. എനിക്ക് തന്നിട്ടുള്ള നിവേദനങ്ങൾ അത് നിതിൻ ഗഡ്കരിജിയുടെ ഓഫീസുമായി അത് കൺവേ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യമായി ചെയ്യണമെന്ന് നമ്മൾ MP ആയിട്ട് ബഹുമാനിയായിട്ടുള്ള MP ആയിട്ടുള്ള ശ്രീമതി PT ഉഷ ഉൾപ്പെടെയുള്ളവർ ഓൾറെഡി PT ഉഷ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഞങ്ങൾ ചെയ്യും. ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇതിനുള്ള കാരണം. മോദിയുടെ ഗ്യാരണ്ടിക്ക് മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ. മോദി പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള ആളാണ്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടന പത്രിക ഇറക്കും രാഷ്ട്രീയ പാർട്ടികൾ. ആ തെരഞ്ഞെടുപ്പ് പത്രിക തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവസാനിക്കും. നരേന്ദ്രമോദി പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആർട്ടിക്കിൾ 370 പറഞ്ഞല്ലോ, റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ റദ്ദ് ചെയ്തു. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുമെന്ന് പറഞ്ഞല്ലോ, കുറ്റമാക്കി. അയോധ്യയുടെ പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് പറഞ്ഞല്ലോ, പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്താ? ഡിജിറ്റൽ ഇന്ത്യയെ പോലെ ഇത്രയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മറ്റേത് രാജ്യമുണ്ട്? വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഇത്രയധികം UPI ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ഇവിടെ നിങ്ങൾ തെരുവോര കച്ചവടക്കാർക്ക് ഈ UPI ട്രാൻസാക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ? എല്ലാം അക്കൗണ്ടബിൾ മണി ആവുകയാണ്. നോക്കൂ, മോദി പറഞ്ഞ തൊഴിലവസരങ്ങൾ, ഇവിടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള തൊഴിലവസരങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ്. പ്രതിരോധ ഉൽപ്പന്നങ്ങൾ പോലും ഒരുപക്ഷെ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എങ്കിൽ ഇന്ന് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അത്രമാത്രം വലിയ അഡ്വാൻസായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. കള്ളപ്പണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നിലപാടുകളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഇപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ വലിയ രീതിയിൽ അന്വേഷണത്തൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്പണം മാത്രമല്ല, അഴിമതി എന്ന് പറഞ്ഞാൽ വെച്ച് ഉറപ്പിക്കില്ല, തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. ഇത് തന്നെയാണ് നരേന്ദ്രമോദിജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല. ആരൊക്കെയാണോ അഴിമതി നടത്തിയിട്ടുള്ളത്, ആരൊക്കെയാണോ കള്ളപ്പണം കൈകാര്യം ചെയ്തിട്ടുള്ളത്, എല്ലാവരും അഴിക്കുള്ളിലാവുക തന്നെ ചെയ്യും. വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിലുമെല്ലാം ഉള്ളത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുമില്ല. ആ സമയത്താണ് ഒരു പ്രകോപനവുമില്ലാതെയാണ് നമ്മൾ ഈ ബോംബ് വാർത്ത കേൾക്കുന്നത്. ഇത് ബോംബ് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് ബോംബല്ല, വിഷു പടക്കമാണ്. സാധാരണ രീതിയിൽ CPM ഇത്തരം ബോംബുകൾ ഉണ്ടാക്കുന്നത് വിഷുക്കാലത്താണ്. കാരണം പൊട്ടിയാലും ശബ്ദം കേട്ടാലും ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇത് ബോംബ് തന്നെയാണ്. അവിടെ നിന്ന് തന്നെ പ്രദേശത്തു നിന്ന് തന്നെ സംഗതികൾ കണ്ടെത്തുന്നു. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ കൃത്യമായും ഉഗ്രശേഷിയുള്ള ബോംബുകളുടെ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാ? തമാശയ്ക്ക് പൊട്ടിച്ച് രസിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയൊക്കെയോ കൊല്ലാൻ വേണ്ടിയാണ്. ആരെ കൊല്ലാൻ വേണ്ടിയാണ്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബോംബ് ഉണ്ടാക്കുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയാണ്? വളരെ ഗൗരവകരമായിട്ടുള്ള വസ്തുതയാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, CPMൻ്റെ ഉന്നത നേതാക്കന്മാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഈ ബോംബ് കേസിൽ പ്രതിയായിട്ടുള്ളത്. അപ്പോൾ എന്തിനെ അട്ടിമറിക്കാനാണ്? വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ വികസനം പറയാൻ ഇരു മുന്നണികൾക്കുമില്ല, കോൺഗ്രസിനുമില്ല, CPMനുമില്ല. എന്ത് വികസനം പറയും? ഇവിടുത്തെ MPക്ക് എന്ത് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പോൾ എന്തൊക്കെയോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണം, സംഘർഷമുണ്ടാകണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച മാറ്റണം, ആളുകളുടെ മനസ്സിൽ ഭയമുണ്ടാക്കണം, ഒരു വലിയ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കണം, അതുപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം. ഇതിനെ തന്നെയാണ് ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തിയത്. അതുകൊണ്ട് വളരെയധികം ആശങ്കയുണ്ട്, ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ട്. ഇത്തരത്തിലുള്ള ബോംബുകൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നുള്ളത് ഈ വടകരയിലെ വോട്ടർമാർക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഞാൻ നിങ്ങൾ എല്ലാവരും ചോദിക്കുമെന്ന് ചോദിച്ചു. ഇവിടെ വ്യക്തിഹത്യ വലിയൊരു വിഷയമായിട്ട് നിൽക്കുകയാണ്. ഞാനത് നിങ്ങൾ എന്തായാലും എന്നോട് ചോദിക്കുമെന്നറിയാം, ഞാൻ അതുകൂടി അങ്ങ് പറയാം. നോക്കൂ, വളരെ മോശമാണ് ഒരു സ്ത്രീക്ക് നേരെ, അത് കാൻഡിഡേറ്റ് എന്നോ ആരെന്നുമില്ല, ഒരു സ്ത്രീക്ക് നേരെ ഇത്തരം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് ഒട്ടും അപലപനീയം തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ നേതാവായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, ഒരിക്കലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ നോക്കേണ്ടത്, ഇവിടെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? KK രമയ്ക്കെതിരായിട്ട് ഈ പറയുന്ന പഴയ സ്റ്റാൻഡ്, നമ്മുടെ തൊട്ടടുത്ത പഴയ സ്റ്റാൻഡിൽ ഒരു സാരി ഉടുത്ത വേഷം കെട്ടിക്കൊണ്ട് എത്ര വലിയ രീതിയിലാണ് ആ സ്ത്രീയെ അപമാനിച്ചത്. അന്ന് CPM സൈബർ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിച്ചത്? ഏതെങ്കിലും ഒരു CPM നേതാവ് അവരെ അപമാനിക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായോ? അത് KK രമയുടെ കാര്യം മാത്രമാണ്. നിങ്ങൾ നോക്ക്, KS ചിത്ര പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സൈബർ ഇടങ്ങൾ
എത്ര മ്ലേച്ഛമായ രീതിയിലാണ് KS ചിത്രയെ അപമാനിച്ചത്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ, ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുണ്ടിയോ? പരസ്യമായി CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും കൃത്യമായ മുഖങ്ങളാണ് പ്രതികരിച്ചത്. അതുപോലെ തന്നെ നടി ശോഭനയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം മുതൽ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മ്ലേച്ഛമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ശശികല ടീച്ചർക്ക് നേരെ എന്തൊക്കെ കേട്ടാലറക്കുന്ന വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രണ്ട് കൂട്ടരുടെയും സ്വഭാവമാണ്. കർമ്മ എന്നൊന്നുണ്ട്, കർമ്മഫലം. അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ ചെയ്തത് അത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളതിനെ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരാൾക്ക് നേരെയും അങ്ങനെ അപമര്യാദയായി, പ്രത്യേകിച്ച് സ്ത്രീത്വത്തിന് നേരെ അപമര്യാദയായിട്ടുണ്ടാകുന്ന പരാമർശങ്ങൾ അതുണ്ടാകാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊക്കെ ഇവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിഷേകം. ഇപ്പം ഞാൻ നോക്കട്ടെ, ഇപ്പം എനിക്കെതിരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരുന്ന തെറികൾ ഒന്ന് വായിച്ചു നോക്കണം. എന്നെ ചെറ്റേ എന്ന് വിളിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ആ SKSSൻ്റെ നേതാവിനോട് ഞാൻ ചെയ്തത്? ഞാനൊരു പ്രൊഫൈൽ നോക്കുമ്പോൾ അയാളൊരു നേതാവാണ്, സംസ്ഥാന നേതാവാണ്. പല യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രൊഫൈലുകളിൽ നിന്ന് എന്നെ ഭയങ്കര മോശമായിട്ടുള്ള തെറിവിളി വിളിക്കുന്നുണ്ട്. ഞാനത് കണ്ടുകൊണ്ട് അത് അങ്ങനെ നോക്കി അങ്ങ് വിടും. കാരണം അതിനോട് പ്രതികരിക്കാൻ ഞാൻ നിൽക്കാറില്ല. ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിവരുടെ സ്വഭാവമാണ്. CPM-ൻ്റെ പ്രൊഫൈലുകളിൽ നിന്ന് അത്രമാത്രം മോശമായിട്ടുള്ള തെറികൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഒരാളെയും തിരിച്ച് അതേ ഭാഷയിൽ തെറി വിളിക്കാൻ നിന്നിട്ടില്ല. ഞാൻ പഠിച്ച സംസ്കാരം അതല്ല. ഞാനങ്ങനെ വിളിക്കത്തുമില്ല. മറ്റൊരാളെ തെറി വിളിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ തെറിവിളി സംസ്കാരം ഇത് രാഷ്ട്രീയത്തിന് ഒട്ടും ചേർന്നതല്ല, ഗുണകരമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തെറ്റാണ്. പെട്രോളിനും ഡീസലിനുമെല്ലാം അതിൻ്റെ വില നിയന്ത്രണം എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. അതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ പെട്രോളിനും ഡീസലിനും വാങ്ങുന്ന എത്രയോ രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ UP-യുടെ ഭരണകാലത്തുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കടബാധ്യത അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം തിരിച്ചു പറയുന്നത്, ഇപ്പോൾ മാഹിയിൽ പെട്രോളും ഡീസലുമായിട്ട് 13 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ വണ്ടി മിക്കവാറും മാഹിയിലൊക്കെ പോകുമ്പോൾ സമയത്ത് അവിടുന്ന് പെട്രോൾ അടിക്കാറുണ്ട്, ഡീസൽ അടിക്കാറുണ്ട്, നിങ്ങളും അടിക്കാറുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ദീപാവലി മുതൽ പല പ്രാവശ്യമായിട്ട് കുറവുകൾ വരുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളം കുറക്കാത്തത്? കേരളം 1 രൂപ അധികമായിട്ട് നികുതി ഏർപ്പെടുത്തും അല്ലേ? പക്ഷേ ഇത്രയും 13 രൂപയുടെ വ്യത്യാസം അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അപ്പോൾ അത്തരം എന്തായാലും കുറക്കാൻ പറ്റുന്ന സമയങ്ങളിൽ തീർച്ചയായും കുറക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയും ഒക്കെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ടുള്ള വില നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇതാണ് മാഹിയിൽ 13 രൂപ കുറയുന്നത്, കേരളത്തിൽ 13 രൂപ കൂടുതൽ എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. അതിൽ കൂടുതൽ സീറ്റ് കിട്ടും. നരേന്ദ്രമോദിജി പറഞ്ഞത് ഡബിൾ ഡിജിറ്റാണ്. അത് ഉറപ്പായിട്ടും അതിലൊന്ന് വടകരയായിരിക്കും. ഒരു കാര്യം കൂടെ, ഒരു നന്ദിക്ക് പറയുന്നതിന് മുമ്പ് ഒന്ന്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് എല്ലാവരും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് വീട്ടുകാരോട് വോട്ട് ചോദിക്കണം, പക്ഷേ വോട്ട് ചോദിക്കട്ട. നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണം, സഹകരണങ്ങൾ ഉണ്ടാവണം. ഞാൻ പറയുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ബോധമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വടകരയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം. വീട്ടുകാരോട് പറയണം, പല വീട്ടുകാരെയും എനിക്കറിയാം, എല്ലാവരോടും പറയണം, പരമാവധി സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. Satori, Educational Training and Consultancy near Head Post Office, Edodi, Vadagara. Airline and Airport Management, Shipping, Logistics and Supply Chain Management, Fire and Safety Management, Optical Fiber Technology, Lift Technology, 100% Placement Guaranteed Program, International Certifications. Satori, Education Training Consultancy near Head Post Office, Edodi, Vadagara.